അങ്ങ് ദൂരെ ഇരുന്ന് മിഖായൽ താല് ഈ ഒരു ഗെയിം കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. അലിറസ കളിച്ച ഒരു കിടിലൻ ഗെയിമിനെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അലിറസ ടൈറ്റിൽ ട്യൂസ്ഡേ ഒരു വളരെ മനോഹരമായ രസകരമായ നിറയെ സാക്രിഫൈസുകൾ നിറഞ്ഞ ഒരു ഗെയിം കളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് നേരെ പോവാം. ഇവിടെ വൈറ്റ് കളിക്കുന്നത് അലിറസ ഫിറോസിയാണ്, ബ്ലാക്ക് കളിക്കുന്നത് ലേ കുയാം ആണ്. ഇത് ടൈറ്റിൽ ട്യൂസ്ഡേയിലെ ഗെയിമാണ്. അലിറസ വൈറ്റ് കളിക്കുന്നു. അലിറസ തുടങ്ങുന്നത് നൈറ്റ് F3 വെച്ചിട്ടാണ്. ലേ കുയാം D5 കളിക്കുന്നു. അപ്പോൾ G3. അപ്പോൾ ഇത് കിങ്സ് ഇന്ത്യൻ അറ്റാക്കാണ്. നൈറ്റ് F6, ബിഷപ്പ് G2, E6. അപ്പോൾ ഇത് കിങ്സ് ഇന്ത്യൻ അറ്റാക്കിലെ യുഗാസ്ലോ വേരിയേഷൻ ആണ്. ഇവിടെ അലിറസ ക്യാസിൽ ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പ് E7 കളിച്ചിട്ട് അടുത്ത മൂല ക്യാസിൽ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുവാണ്. D3. അപ്പോൾ D3 കളിച്ചതോടെ E4 സ്ക്വയറിലോട്ട് പതുക്കെ കൺട്രോൾ കൊണ്ടുവരികയാണ്. ക്യാസിൽ ചെയ്യുന്നു. നൈറ്റിനെ D2 കളിക്കണം. അപ്പോൾ E4ലേക്ക് കൂടുതൽ കൺട്രോൾ കൊണ്ടുവരികയാണ്. C5 കളിക്കുന്നു. അപ്പോൾ ബ്ലാക്കും ഇതേ ഐഡിയയിൽ ഇവിടെ വൈറ്റ് E4ലേക്കാണ് കൺട്രോൾ ചെയ്യാൻ നോക്കണമെങ്കിൽ ഇവിടെ ബ്ലാക്ക് ഇപ്പോൾ D4ലോട്ടാണ്. അപ്പോൾ ഈ 4 സ്ക്വയർസ് ആണല്ലോ സെൻറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വയർസ്. അപ്പോൾ ആ സ്ക്വയറിലോട്ടൊക്കെ കൺട്രോൾ കൊണ്ടുവരാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. E4 കളിക്കുന്നു എന്തായാലും. നൈറ്റ് C6, റൂക്ക് E1 കളിച്ചിട്ട് ഇവിടെ സെൻറ്ററിലേക്ക് ആ റൂക്കിനെ കൊണ്ടുവരാൻ നോക്കുവാണ്. ക്വീൻ C7, C3. അപ്പോൾ ഇതിന് രണ്ട് ഐഡിയ ഉണ്ട്. ഒന്നെങ്കിൽ D4 കളിക്കാം, അല്ലെങ്കിൽ ക്യൂവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പുറത്തിറക്കാവുന്നതാണ്. B5, നൈറ്റിനെ ഇവിടെ F1ലോട്ട് പോകുന്നു. ഓക്കെ, ഇതിൻ്റെ ഐഡിയ നൈറ്റിന് വേണമെങ്കിൽ E3ലേക്ക് ഭാവിയിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ബിഷപ്പ് B7, E5 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് D7, ബിഷപ്പ് F4. അപ്പോൾ ആ ഒരു പോണിനെ E5 പോണിനെ നൈറ്റ് ബിഷപ്പ് റൂക്ക് എല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അവിടെ. A5 കളിക്കുന്നു. അപ്പോൾ ഇവിടെ 4 പോണുകൾ ഇവിടെ ക്യൂൻ സൈഡിൽ, ഇവിടെ ബ്ലാക്ക്, ഇവിടെ ലേക്കോയം ഇവിടെ അറ്റാക്കിന് തുറന്നു വിടുകയാണ്. ക്യൂൻ സൈഡിൽ മാക്സിമം സ്പേസ് ഗ്രാബ് ചെയ്യാനാണ് ഇവിടെ ബ്ലാക്ക് ശ്രമിക്കുന്നത്. H4. അപ്പോൾ ഇതിൻ്റെ ഒരൈഡിയ വേണമെങ്കിൽ ഈ നൈറ്റിനും കൂടെയും E3ലേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കിങ് സൈഡിലേക്ക് അറ്റാക്ക് പോകുന്നതാണ്. എന്തായാലും B4 കളിക്കുവാണ് ഇവിടെ ബ്ലാക്ക്. എന്തായാലും നമ്മൾ പറഞ്ഞ ഐഡിയ പോലെ തന്നെ അലിറസ നൈറ്റ് H2ലേക്ക് പോകുന്നു. പോൺ വെച്ചെടുക്കുന്നു. പോൺ വെച്ച് തിരികെ എടുക്കുന്നു. റൂക്കിനെ B8ലോട്ട് കൊണ്ടുവരുന്നു. ഒരുപക്ഷെ റൂക്കിനെ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ആ ബിഷപ്പ് നീക്കിയതിന് ശേഷം. നൈറ്റിനെ ഇവിടെ G4ലോട്ട് കളിക്കുവാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അലിറസ പതുക്കെ അറ്റാക്ക് ബിൽഡ് ചെയ്യുകയാണ്. 2 നൈറ്റ് ഉണ്ട്, ബിഷപ്പ് ഉണ്ട്. ഈ കിങ്ങിനെതിരെയാണ് പണി. ബിഷപ്പ് F8. അപ്പോൾ കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുവാണ്. D4 കളിക്കുന്നു. ബിഷപ്പിനെ ജസ്റ്റ് മാറ്റുന്നു. ബിഷപ്പ് A6ലോട്ട് കളിക്കുന്നു. റൂക്കിന് ഒരു ഓപ്പൺ ഫയൽ കൊടുക്കാനാണ് ഐഡിയ. റൂക്കിന് വേണമെങ്കിൽ B2ലേക്ക് ഭാവിയിലേക്ക് വരാം. നൈറ്റ് G5. അപ്പോൾ നേരത്തെ കണ്ടുപോലെ ബിഷപ്പ് 2 നൈറ്റ് കിങ്ങിനെതിരെ ഇവിടെ ഒരു തേരോട്ടം തുടങ്ങുവാണ്. അപ്പോൾ ബ്ലാക്ക് ഈ നൈറ്റിനെ ഓടിച്ചു വിടാൻ നോക്കുവാണ്. നൈറ്റ് G5ലിരിക്കുന്ന നൈറ്റിനെ അങ്ങ് ഓടിച്ചു വിടാൻ നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ അവസരമാണ്. ഇവിടെ നിങ്ങളാണ് അലിറസയുടെ കാലിലെങ്കിൽ നിങ്ങൾ എന്ത് മൂവ് കളിച്ചിട്ട് ഈ കളി മുന്നോട്ട് പോകും? ഈ നൈറ്റിനെ തിരികെ കൊണ്ടുപോകുമോ, അല്ലെ വേറെ എന്തെങ്കിലും കളിക്കുമോ? ഓക്കെ, അലിറസ കളിക്കുന്നത് നൈറ്റ് F7, ആദ്യത്തെ സാക്രിഫൈസ്. അപ്പോൾ ഈ ഗെയിമിൽ എത്രത്തോളം സാക്രിഫൈസുകൾ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ എണ്ണി നോക്കുക. എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു നൈറ്റിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തതോടെ ഇവിടെ ഒരുപാട് ത്രെട്ടുകളുമുണ്ട്. ആ പോണാണ് ഈ ഒരു E6 പോണിനെ ഇവിടെയും കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പോയതോടെ ആ നൈറ്റിനെ എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ബ്ലാക്കിൻ്റെ ബെസ്റ്റ് കണ്ടിന്യൂഷൻ. അതുകൊണ്ട് കിങ് വെച്ച് നൈറ്റിനെ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തു. പക്ഷെ അത് എന്തിനായിരുന്നു? എടുത്തോ, ബിഷപ്പിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്യാം. ബിഷപ്പ് D5. ആദ്യം ഒരു നൈറ്റിനെ കൊടുത്തു, ബിഷപ്പിനെ കൊടുത്തു. നിങ്ങൾ എണ്ണിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ B6ലോട്ടാണ് കളിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ബിഷപ്പിനെ എടുത്തില്ല? എടുത്തു കഴിഞ്ഞാൽ E6 ചെക്ക് വരും. ചെക്കുമാണ് ക്യൂനിലേക്ക് നേരെ അറ്റാക്ക്. ഇവിടെ ക്യൂൻ നേരെ നേടുന്നതാണ്. അപ്പോൾ ആ സാക്രിഫൈസ് നേരെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നൈറ്റിനെ B6 കളിച്ചിട്ട് നൈറ്റ് വെച്ച് ഈ ബിഷപ്പിനെ എടുക്കാൻ ഇവിടെ ബ്ലാക്ക് ത്രട്ടൻ ചെയ്യുകയാണ്. ഇവിടെ അലിറസ അപ്പോൾ ആദ്യം നൈറ്റ് കൊടുത്തു, ഒരു ബിഷപ്പ് കൊടുത്തു. അപ്പോൾ പിന്നെ വേറൊരു വെറൈറ്റി ആയാലോ, നൈറ്റ് H6 ചെക്ക്. ബിഷപ്പും നൈറ്റ് ഒരേ സമയം ഇവിടെ ഹാങ്ങിങ്. ബിഷപ്പ് D5 ഹാങ്ങിങ്, H6 ഹാങ്ങിങ്. ഇതിനെ എടുത്താലും ഇല്ലെങ്കിലും എൻ്റെ വകയുള്ള ക്യൂന് H5 ചെക്ക് ഇവിടെ അലിറസ ഇവിടെ പ്രിപ്പയർ ചെയ്യുകയാണ്. നൈറ്റിനെ എടുക്കുന്നു, ക്യൂൻ H5 ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ചെക്കിനെതിരെ ഇവിടെ വളരെ ശ്രദ്ധിച്ച് കളിക്കണം. കിങ് ഇവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതും വീഴും. ഇത് ഈസിലി വിന്നിങ് ആവും. ഇനി
വേറെ ഏത് രീതിയിൽ ഇപ്പോൾ ഒരു പക്ഷേ കിങ് ഇവിടേക്കൊക്കെ പോകാൻ നോക്കിയാലോ, ഇവിടേക്ക് പോകാൻ നോക്കിയാലും വേറെ ത്രെട്ടുകളുണ്ട്. അപ്പോൾ ഗെയിമിൽ ഈ ഒരു ക്യൂൻ H5 ചെക്കിന് ശേഷം ഇവിടേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ഇവിടെ H6 ഇവിടെ വീഴുന്നതാണ്, ഇവിടെ ബിഷപ്പിൻ്റെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതും ഒരു മേറ്റിംഗ് അറ്റാക്കിലേക്ക് പോകും, ഇതിന് ശേഷം ഇതും വീഴുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നമെല്ലാം ഉണ്ട്. അതുകൊണ്ട് കിങ് E7 പോകുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലമുള്ള സാക്രിഫൈസ് മാലപ്പടക്കങ്ങളൊക്കെ തീർന്നു എന്ന് കരുതാം, പക്ഷെ ഒട്ടും തീരുന്നില്ല. ബിഷപ്പ് ടേക്സ് E6 അടുത്ത സാക്രിഫൈസ്. ആ ബിഷപ്പിനെ എടുത്തോളൂ, എനിക്ക് ആവശ്യമില്ല, എന്താണ് എടുക്കാത്തതെന്നാണ് ഇവിടെ അലിറസ ചോദിക്കുന്നത്. അപ്പോൾ ഗെയിമിൽ കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുകയാണ്. ഇനി അതിനെ എടുത്തില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പക്ഷേ റാൻഡം മൂവ് നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ, ഒരു പക്ഷേ നൈറ്റ് A4 പോലത്തെ മൂവൊക്കെ കളിക്കണമെന്ന് വെച്ചോ. ഇങ്ങനെ കളിക്കുവാണെങ്കിൽ ക്വീൻ F7 ചെക്ക് വരും, കിങ് മാറിക്കഴിയുമ്പോൾ ഇത് നേരെ തന്നെ ചെക്ക് ആയി പോകും. അപ്പോൾ എടുത്താലും എടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കിങ് വെച്ച് ആ ബിഷപ്പിനെ അങ്ങ് വെട്ടിയെടുക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നത്? ക്വീൻ G6 ചെക്ക് ഉണ്ട്, കിങ് D5 പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് വേറെയുള്ള ഈ സ്ക്വയറിലോട്ടൊന്നും പോയിക്കില്ല? പോയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ E6 ചെക്കുമാണ്, ആ ബിഷപ്പ് നേരെ ക്യൂനിലേക്ക് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യൂൻ നേടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കിങ് D5 വരുന്നു, സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ആക്ച്വലി അലിറസയ്ക്ക് ഒരു 2 മൂവ് മേറ്റ് ഉണ്ട്, പക്ഷെ അലിറസ അത് കളിക്കുന്നില്ല. ഇവിടുത്തെ 2 മൂവ് മേറ്റ് എന്ന് കഴിഞ്ഞാൽ ക്വീൻ G8 ചെക്കാണ്. അപ്പോൾ ഈ ചെക്കിനെതിരെ ഇവിടെ ഓൺലി ഡിഫെൻസ് ഈ ക്യൂൻ വെച്ച് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. മറിച്ച് കഴിഞ്ഞാൽ ഇത് നേരിട്ടൊരു ചെക്ക് മേറ്റ് ആണ്, 2 മൂവ് ചെക്ക് മേറ്റ് ആണ് അവിടെ. പക്ഷെ എന്നാലും ഗെയിമിൽ ഇത് നടന്നില്ല, പകരം E6 ആണ് കളിച്ചത്. ഇതും വിന്നിങ് ആണ്. ഒന്നാമത്തെ ത്രെട്ട് ബിഷപ്പ് ക്യൂനിലേക്ക് നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് മാത്രമല്ല ഇനി ക്യൂവിനെ വേണമെങ്കിൽ E4 കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറെ അതുപോലത്തെ ത്രെട്ടുകളായിരിക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ ഈ ഒരു പൊസിഷനിൽ ക്വയൽ ചെയ്യാൻ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഫൈനൽ ട്രിക്കായിട്ട് ക്യൂവിനെ അങ്ങ് സാക്രിഫൈസ് ചെയ്തു. കാര്യം അലിറസയുടെ കുറച്ച് പീസൊക്കെ കിട്ടിയല്ലോ. ഇനി ഈ ഒരു ബിഷപ്പ് വളരെ പവർഫുൾ ആണ്, ആ ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്താലെങ്കിലും കുറച്ച് പീസുകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കളി തിരിച്ചു പിടിക്കാമെന്നാണ് ലേക്കോയും വിചാരിക്കുന്നത്. പക്ഷെ അലിറസ ഈ കൊടുത്ത ക്യൂവിന് പോലും ഒരു ദാക്ഷിണ്യം കൊടുക്കുന്നില്ല. ക്യൂൻ പോലും എനിക്ക് വേണ്ട, ദാ കിടക്കണു E7, എനിക്ക് ചെക്ക്മേറ്റ് മതി, എനിക്ക് ഈ കിടക്കുന്ന ക്യൂവിനൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുക? ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ ക്വീൻ E6 ചെക്ക്മേറ്റ് ആണ് പോകാൻ പോണത്. അതുകൊണ്ട് ക്വീനെ D6 കൊണ്ടുവരുന്നു. ഇവിടെ ക്വീൻ G8 ചെക്ക്. അപ്പോൾ ഈ പൊസിഷനിൽ ഇപ്പോൾ ഇനി ആകെ ബ്ലോക്ക് ചെയ്യാവുന്ന എന്താണ്? ക്വീൻ E6 ആണ്. ഇവിടെ ക്വീൻ ടേക്സ് E6, ഒരു മനോഹരമായ ചെക്ക്മേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താലിന് അഭിമാനം തോന്നിക്കാണോ അലിറസയുടെ ഈ കിടലൻ ഗെയിം കണ്ടിട്ട്? അപ്പോൾ ഈ ഗെയിമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസാണ് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.